ശ്രീ ജോസഫ്, വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ, ലോകപരിചയമുള്ള ആളുകൾ, മറ്റ് പല മേഖലകളിലും വളരെ പ്രഗത്ഭരായിരിക്കും. പക്ഷെ അവർ ഇത്തരം ആളുകളുടെ മുന്നിൽ പോയി അവർ പറയുന്ന എന്ത് പൊട്ടത്തരവും ചെയ്യുന്നവരായി മാറുന്ന നിരവധി ആളുകൾ. എന്താണ് സംഭവിക്കുന്നത്? ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്, പറഞ്ഞു. ഇത് നമ്മുടെ ഒരു മതാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇന്ത്യയിലുള്ള 99% ആൾക്കാർ. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുകയും അതിന് വലിയ വില കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പല ക്രിക്കറ്റേഴ്സിനെയും പല രാഷ്ട്രീയക്കാരെയും കണ്ട് അവരുടെ കൈ ചരട് കെട്ടിയിരിക്കുന്നത് കിരൺ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ അത് ഈ ലീഗലൈസ് ചെയ്യുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതായത് ഇതുപോലെ ബോർഡൊക്കെ വെച്ചിട്ട് ഈ പരിപാടികൾ നടത്തുന്നവർക്ക് ഒരു പെട്ടിക്കട നടത്തണമെങ്കിലും ലൈസൻസ് വേണം. അപ്പൊ ഇവർക്ക് എന്ത് ലൈസൻസ് ആവുള്ളെന്നുള്ള അതിന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ഞാൻ ലീഡിംഗ് മലയാളം പേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അഡ്വർടൈസ്മെന്റ് കോളത്തില് ഈ തരം ആൾക്കാർ പരസ്യം കൊടുക്കുന്നു. ഇവര് കുറച്ച് ഉത്തരവാദിത്വ ബോധം ഈ പത്രങ്ങൾക്ക് വേണ്ടേ? ഈ ഇങ്ങനെയുള്ള പരസ്യം കൊടുക്കുമ്പോൾ ഒരു പണത്തിന് വേണ്ടി ഈ തരം പരസ്യങ്ങൾ കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഈ കള്ളന്മാരെ കണ്ടുപിടിക്കുക, നല്ലവരായിട്ടുള്ളവരെ അവരെ വിടുക. അത് എല്ലാ വിശ്വാസത്തിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പള്ളികളിലൊക്കെ, ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ചില എണ്ണ കൊടുക്കും ചില പള്ളികളിൽ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും. ഇതിനെപ്പറ്റി എ ടി ഗോവർ ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ, സമയത്തിലായിരിക്കും. അദ്ദേഹം ഈ നോർത്തിൽ യാത്രയ്ക്ക് പോയി. അപ്പം പോയപ്പോഴത്തേക്ക് ഗംഗാ നദിയിൽ അവിടേക്ക് പോയപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, മോനെ ഇച്ചിരി വെള്ളം അവിടുന്ന് കൊണ്ടുവരണം എനിക്ക് ഗംഗാ നദി എന്ന് പറഞ്ഞു. കോവൂര് തിരിച്ച് തിരുവല്ല സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് അമ്മ ഈ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ആ റെയിൽവേ അവിടെ ഉണ്ടായിരുന്ന പൈപ്പിൽ നിന്ന് ഒരു കുപ്പിക്ക് അത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അമ്മയുടെ കൊണ്ട് കൊടുത്തു. അമ്മ ഇത് ഗംഗാ നദി എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് അമ്മയ്ക്ക് വന്ന പല അസുഖങ്ങൾക്കും ഈ വെള്ളം കുടിച്ചു പുള്ളി അസുഖം പോയെന്നാണ് കോവൂര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് നമുക്ക് വരെ മൊത്തത്തിൽ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള കള്ളസ്വാമികളെ തെരഞ്ഞു പിടിക്കാനായിട്ട് പോലീസ് സംവിധാനം പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ്